ആലപ്പുഴ ചക്കുവള്ളി ദുരിതാശ്വാസ ക്യാമ്പിൽ ഭക്ഷണവും വൈദ്യുതിയും എത്തി. ക്യാമ്പിൽ ഇന്നലെ മുതൽ എത്തിയ 60-ലധികം കുടുംബാംഗങ്ങൾക്ക് ഭക്ഷണമടക്കമുള്ള സൗകര്യങ്ങൾ ലഭ്യമായിരുന്നില്ല. ക്യാമ്പിലെ ദുരവസ്ഥയുടെ വാർത്ത ന്യൂസ് മലയാളം പുറത്തുവിട്ടിരുന്നു. വിവരങ്ങളുമായി ദേവൻ MP ചെയ്യുന്നുണ്ട്. ദേവൻ, നമ്മൾ ഈ വാർത്ത കൊടുത്തിരുന്നു, അതിനുശേഷമാണ് പെട്ടെന്നൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ക്യാമ്പിലുള്ളവരെല്ലാം വളരെ ആശ്വാസത്തിലായിരിക്കില്ലേ? തീർച്ചയായും അഞ്ജലി, ഈ ഇന്നലെ മുതൽ ജില്ലയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആലപ്പുഴയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് കുട്ടനാട്, എടത്വ, തലവടി മേഖലകളെല്ലാം തന്നെ രൂക്ഷമായ വെള്ളക്കെട്ട് തുടരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് 100-ലധികം കുടുംബങ്ങളാണ് ഇത്തരത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറിയത്. എന്നാൽ ഇന്നലെ വൈകുന്നേരം മുതൽ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പുകളിൽ, പ്രത്യേകിച്ചും തലവടി പഞ്ചായത്തിലെ ക്യാമ്പിൽ ഇത്തരത്തിൽ ഭക്ഷണം ലഭിക്കുന്നില്ല എന്നുള്ള സംഭവം നമ്മൾ അവിടെ ചെല്ലുമ്പോഴായിരുന്നു ഇത്തരത്തിൽ അറിയുന്നത്. തുടർന്ന് നമ്മൾ അതിനെപ്പറ്റി വാർത്ത നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെപ്പറ്റി നമ്മൾ പഞ്ചായത്തിലും ഒപ്പം മറ്റു ഉദ്യോഗസ്ഥരോടുമെല്ലാം അന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞത് ഇത്തരത്തിൽ വൈകുന്നേരം പെട്ടെന്ന്, അതായത് ഇന്നലെ വൈകുന്നേരം പെട്ടെന്ന് തയ്യാറാക്കിയ ഒരു ക്യാമ്പ് ആയതുകൊണ്ടാണ് ഇത്തരത്തിൽ ഭക്ഷണം എത്താൻ വൈകിയതൊപ്പം തന്നെ ഈ മേഖലയിൽ രൂക്ഷമായ വെള്ളക്കെട്ട് തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യുതി ബന്ധനമെല്ലാം തന്നെ പൂർണ്ണമായും തടസ്സപ്പെട്ട് കിടക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ക്യാമ്പിൽ ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായതെന്നാണ് പറഞ്ഞത്. എന്നാൽ ഇതിന്റെ ബുദ്ധിമുട്ട് ഈ ക്യാമ്പിലേക്ക് എത്തിയ ആളുകൾ വലിയ രീതിയിൽ തന്നെ അനുഭവിച്ചതെന്ന് പറയേണ്ടി വരും. കാരണം ഈ ആളുകളെല്ലാം തന്നെ വീട് വിട്ട് ഈ കനത്ത മഴയെ തുടർന്ന് വീടുകളിലേക്കെല്ലാം വെള്ളം കയറിയപ്പോഴാണ് ഇത്തരത്തിൽ ക്യാമ്പിലേക്ക് മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. അതിൽ ഏകദേശം 25ഓളം കുടുംബങ്ങളിൽ നിന്നായി ഏകദേശം 69-ലധികം ആളുകൾ ആ ക്യാമ്പിലുണ്ട്. സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും അടക്കം പ്രായമായ രോഗികളടക്കമുള്ള ആളുകളാണ് ഈ ക്യാമ്പിൽ തുടർന്നിരുന്നത്. ഇതിൽ കുട്ടികൾക്ക് ഭക്ഷണം നൽകുന്നതിലടക്കം ഈ ആളുകൾ ബുദ്ധിമുട്ടുണ്ടായതായി നമ്മളോട് നേരിട്ട് അവർ പറയുകയുണ്ടായി. സമീപത്തെ കടകളൊന്നും തുറക്കാത്തതും ഈ ആളുകൾക്ക് പുറത്തുപോയി സാധനങ്ങൾ വാങ്ങിക്കാൻ കഴിയാത്തതും വലിയൊരു ബുദ്ധിമുട്ടായി. അതുകൊണ്ട് തന്നെ ക്യാമ്പിൽ ലഭിക്കുന്ന ഭക്ഷണത്തെ ആശ്രയിച്ച് മാത്രമാണ് അവിടെ ആളുകൾ തുടർന്നത്. എന്നാൽ ഈ ഇന്നലെ വൈകുന്നേരം മുതൽ ഇന്ന് രാവിലെ ഉച്ചവരെയും മറ്റ് ഭക്ഷണങ്ങളൊന്നും തന്നെ ലഭ്യമായിരുന്നില്ല. തുടർന്ന് നമ്മൾ ഈ വാർത്ത നൽകുന്ന സാഹചര്യമുണ്ട്. അതിനുശേഷം വൈകുന്നേരത്തോടു കൂടി ആ മേഖലയിൽ, പ്രത്യേകിച്ചും ക്യാമ്പ് നിൽക്കുന്ന ആ മേഖലയിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനായി ശരി ദേവൻ, നമുക്കറിയാം ന്യൂസ് മലയാളത്തിന്റെ ഒരു ഇടപെടലോടുകൂടി ചക്കുവള്ളി ദുരിതാശ്വാസ ക്യാമ്പിൽ ഭക്ഷണവും വൈദ്യുതിയും എത്തിയിരിക്കുകയാണ്. വിവരങ്ങൾ നൽകിയത് ദേവൻ MP ആണ്.